2026 ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഈ വർഷം തുടക്കം തൊട്ടേ ബിസി ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തുടക്കം തന്നെ ഈ ഒരു വർഷത്തെ ഫുൾ പ്ലാനിങ് അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. വലിയ പ്ലാനിങ് ആയിട്ടൊന്നുമില്ല, ഈ വർഷത്തെ എൻ്റെ കുറച്ച് ആഗ്രഹങ്ങൾ അത് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാം സെറ്റാകുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ വർഷം കുറേയേറെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അതിലാദ്യം തന്നെ ഒരു ട്രെൻഡിനൊത്ത് മാറുക എന്നുള്ളതാണ്. എന്നെ കാണുന്നവരെല്ലാം പറയും ഞാൻ വെറും പഴഞ്ചനാണെന്ന്. അപ്പം വിചാരിച്ചു ഈ വർഷം ഒന്ന് പുതിയ മാറി ചിന്തിക്കാമെന്ന് കരുതി. ട്രെൻഡിങ് സ്റ്റൈലും ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റും പിന്നെ ഒരു വർക്കൗട്ടും അത്രയ്ക്കുള്ള എൻ്റെ കാര്യത്തിൽ. പിന്നെ ഈ വർഷം 4 വീലർ ലൈസൻസ് എടുക്കണമെന്നുണ്ട്. അത് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഈ എഴുതി പിടിപ്പിക്കുന്നില്ലേ, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അല്ല, എൻ്റെ ഇഷുമോളുടെ ഫാമിലിയായിട്ട് ദുബായ് ട്രിപ്പ്. അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അതാണ്. എന്നോട് എപ്പോഴും പറയുന്ന ഒരേ ഒരു ആഗ്രഹമാണ് അവൾക്ക് ദുബായ് പോകണമെന്ന്. ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ പോയ സമയത്ത് അവളെ കൊണ്ടുപോയില്ല. ആ ടൈമിൽ തന്നെ പുള്ളിക്കാരി പാസ്പോർട്ടൊക്കെ എന്നെക്കൊണ്ട് എടുപ്പിച്ച് വെച്ചേക്കുക. അപ്പം അത് എങ്ങെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുക്കണം, അതേ ഉള്ളു. പിന്നെ ഈ ഇയറിൽ മെയിനായിട്ട് സേവ് മണി, ക്യാഷ് കുറച്ച് സെറ്റാക്കണം. മണി അതല്ലേ മെയിൻ. അതുണ്ടെങ്കിലല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. അപ്പം അത് കുറച്ച് സേവ് ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഒന്നേം തുടങ്ങാൻ. പിന്നെ കോമൺ ആയിട്ടുള്ള ആഗ്രഹം, അത് ഞങ്ങളുടെ 2 പേരുടെയും കൂടെ തീരുമാനത്തിലുള്ളതാണ്. അത് ഈ വർഷം വീടൊക്കെ ഒന്ന് ഫുള്ളായിട്ട് മേക്ക് ഓവർ ചെയ്യണം. വീടിൻ്റെ മേക്ക് ഓവറിങ്ങും പിന്നെ അതിനകത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ എൻ്റെ ഇഷ്യൂവിൻ്റെയും പ്ലാനിങ് ഇതായി. അപ്പം നിങ്ങൾ കരുതില്ലേ എന്തുകൊണ്ട് ഹസ്ബൻഡിൻ്റെ പ്ലാനിങ് ഒന്നും എഴുതിയില്ല? ഹസ്ബൻഡിന് അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. പുള്ളിക്ക് ഞാൻ എന്താണോ പറയുന്നത്, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് സാധിച്ചു തരും. പിന്നെ പുള്ളിക്ക് നന്നായിട്ടറിയാം പുള്ളിയുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, വീട്, കാറ്, വീട് മേക്ക് ഓവർ ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യും. എൻ്റെ ഒരു ആഗ്രഹമാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹങ്ങളായാലും കുഞ്ഞിൻ്റെ ആണെങ്കിലും ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് ഞങ്ങൾ ഒരു ഒറ്റ രീതിയിൽ പോകുന്നത്. ഈ ഒരു പേജിൽ ഞാൻ ഞങ്ങളുടെ 3 പേരുടെയും കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ഇട്ടിട്ട് വെക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ണി പിടിക്കണം. അപ്പം നമ്മൾ ചെയ്തു തീർക്കുന്ന കാര്യങ്ങൾ ടിക്കിട്ട് വിടാമല്ലോ. 3 പേർക്ക് ഒരുപോലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ അതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി. ഹസ്ബൻഡിന് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ വർഷം എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. ഒരുപാട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണെങ്കിലും കൊടുക്കണമെന്നുണ്ട്. പുള്ളിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും എന്താ പറയുക, ഒരു കാറ് വാങ്ങണം. ഇപ്പോൾ ഉള്ള കാറ് മാറ്റിയിട്ട് പുതിയ മോഡലൊരു കാർ എടുക്കണം. പിന്നെ ഒരു ഐഫോൺ വാങ്ങിക്കൊടുക്കണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതാണോ ചെറിയ ആഗ്രഹങ്ങളെന്നും. ഈ ഒരു വർഷമില്ലേ, ഈ ഒരു വർഷം ഇത്രയും ലിസ്റ്റ് ഇട്ടതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടക്കുക എന്നുള്ളൊരു ആ ഒരു ഐഡിയയിലാണ് ഞാൻ എഴുതിയേക്കുന്നത്. പിന്നെ ഇതുവരെയും പറയാത്തൊരു കാര്യം, ഈ ഒരു വർഷം എല്ലാ സൺഡേയിലും എനിക്ക് ഇഷുവിനെ കൊണ്ട് പുറത്ത് പോകണമെന്നുണ്ട്. അവളെ മാക്സിമം ഹാപ്പി ആക്കണം. അപ്പോൾ അവളെയും കൊണ്ട് എല്ലാ സൺഡേയിലും ഈവനിങ് ഒന്ന് ഔട്ടിങ്ങിന് പോകണമെന്നുണ്ട്. വീക്കിലി 1 ഡേ എങ്കിലും അവൾക്കപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അവളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നറിയണം. അപ്പോൾ പറഞ്ഞു